ആറങ്ങോട്ടുകരയിൽ കൊയ്ത്തുത്സവത്തിനായി പച്ചക്കറി തൈകൾ നടിയിൽ നടത്തി. കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായുള്ള പ്രദർശനശാലകൾക്കായി ഒരുക്കുന്ന പച്ചക്കറി പന്തലിനുള്ള തൈകളുടെ നടിയിൽ ചടങ്ങ് നടന്നു. നടിയിൽ ഉദ്ഘാടനം പാഠശാല ചെയർമാൻ കെ ശശിധരനും നടനും 2025 പഞ്ചായത്തിലെ മികച്ച യുവ കർഷകനുമായ അനീഷിന്റെ മകനും കലാപാഠശാലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നടനുമായ അദ്വിക് ഇഗ്വാനും ചേർന്ന് നിർവഹിച്ചു. 2006 ആദ്യമായി കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. അടുത്ത വർഷം 20-ാം വയസ്സിലേക്ക് കടക്കുന്ന ഈ ഉത്സവം നിലത്തിന്റെയും നാടിന്റെയും കർഷക ഹൃദയങ്ങളിൽ അഭിമാനമായി മാറിയിരിക്കുന്നു. കൃഷി പാഠശാലയുടെ 20 ഏക്കർ പാടത്ത് 10 തരം നാടൻ നെൽവിത്തുകൾ പടർന്ന് വളരുകയാണ്. 50 ദിവസം മുമ്പ് വിത്തിട്ട പാടം ഇനി പൊൻതുലാസായി മാറാനിരിക്കുകയാണ്. നെൽക്കതിരുകൾ കൊയ്യുന്നതിനോടൊപ്പം വിഷരഹിതമായ പച്ചക്കറികൾ ലഭ്യമാക്കാൻ ലക്ഷ്യത്തോടുകൂടിയാണ് സംഘാടകർ ഒന്നിച്ച് അണിനിരന്ന് പച്ചക്കറി നടി നടത്തിയതെന്ന് ശ്രീജ ആറങ്ങോട്ടുകര, അദ്വിക് യുവാൻ എന്നിവർ വെൽന്യൂസിനോട് പറഞ്ഞു. 2006 പാഠശാലയുടെ ആദ്യത്തെ കൊയ്ത്തുത്സവം ഉണ്ടാവുന്നത്. പഞ്ചായത്തിൻ്റെ കൂടി സഹകരണത്തോടുകൂടി കേരള പിറവിയിലെ സുവർണ്ണ ജൂബിലി ആഘോഷത്തിന് ഭാഗമായിട്ടാണ് ആദ്യത്തെ തുടങ്ങിയത്. ഇതിപ്പോൾ 20-ാമത്തെ വർഷമാണ്. അപ്പോൾ പരമാവധി കൃഷിയായിട്ടും പരിസ്ഥിതിയായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ആളുകളെ കുറേ കൂടിയും ഉൾപ്പെടുത്തിയിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. അതിനുള്ള ആദ്യത്തെ ശ്രമം ആണ് ഇപ്പോൾ ഇവിടെ നടന്നത്. സംഘാടന സമിതിയിലെ എല്ലാ ആളുകളും കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി പടർന്ന് പന്തലിച്ച് നമുക്കൊക്കെ തണലാവും, കായകൾ കിട്ടും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സന്തോഷം. ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം തോന്നുന്നത് ഇതെല്ലാം കൊയ്ത്തുത്സവം നെല്ലും നമുക്ക് തരും, അതുപോലെ പച്ചക്കറികളും ഉണ്ടാവും. അതുപോലെ അങ്ങനെ ഒരു കൊയ്ത്തുത്സവം അങ്ങനെയാണ് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ആവുന്നതെന്ന് തോന്നുന്നു. കൊയ്ത്തുത്സവം 2026 ജനുവരി 9, 10, 11 വെള്ളി, ശനി, ഞായർ തീയതികളിൽ നാടിൻ ഉത്സവമായി ആഘോഷിക്കുക. പരിപാടികൾക്ക് സംഘാടക സമിതി അംഗങ്ങളായ ശ്രീജ ആറങ്ങോട്ടുകര, TPA ഹമീദ്, ഹരി കൊല്ലേരി, AG ശൈലജ, വി ഗിരീഷ്, സുശീല, സുന്ദരൻ, ശ്യാം, അനുഷ എന്നിവർ നേതൃത്വം നൽകി.